നമ്മൾ സീരിയൽ കില്ലർ എന്ന് പറയുന്ന ഒരു ടേം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അമേരിക്കക്കാരായിട്ടുള്ള ഒരുപാട് സീരിയൽ കില്ലേഴ്സിനായിരിക്കും ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരാം. കാരണം 1970s 80s 90s ഒരുപാടധികം സീരിയൽ കില്ലേഴ്സ് വെസ്റ്റേൺ കൺട്രീസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാടധികം കേസുകൾ നടന്നിട്ടുണ്ട്. വളരെ ഇൻഫേമസ് ആയിട്ടുള്ള കേസുകളെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളും മറ്റുമൊക്കെ നമ്മളുടെ മൈൻഡിൽ വരാറുണ്ട്. എന്നാൽ നമ്മളുടെ ഇന്ത്യയിലും ഒരുപാടധികം സീരിയൽ കില്ലേഴ്സും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലരുടെയും വീഡിയോസ് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉത്തർപ്രദേശിനെ തന്നെ അടുത്ത കാലത്ത് വളരെയധികം ഞെട്ടിച്ച ഒരു കേസാണ് നമ്മളിന്ന് പറയുന്നത്. കഴിഞ്ഞ മാസമാണ് ഉത്തർപ്രദേശിൽ നിന്നും വളരെ ക്രൂരനായിട്ടുള്ള ഒരു സീരിയൽ കില്ലറെ അറസ്റ്റ് ചെയ്തത്. യുപിയിലെ ബൈറലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടുത്തെ ഒരുപാടധികം ഗ്രാമങ്ങളെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബാക്ക്വേർഡാണ്. അതായത് പുരോഗമനവും കാര്യങ്ങളൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. അതായത് റോഡുകളില്ല, മൺ റോഡുകളാണ് ഇപ്പോഴും ഉള്ളത്. വലിയ കാര്യമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. വീടുകളൊക്കെ കുടിലുകളാണ്. പിന്നെ കട്ട വെച്ച് പണിതിട്ടുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം വീടുകളും തേച്ചിട്ടില്ല, പെയിൻ്റ് അടിച്ചിട്ടില്ല. അതായത് വളരെ ബാക്ക്വേർഡായിട്ട് ജീവിക്കുന്ന ഒരുപാടധികം ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തിനേറെ പറയുന്നു, മൊബൈൽ ഫോൺ കണക്ടിവിറ്റി വരെ വൻ ശോകമാണ്. അതായത് അധികം ആളുകൾ മൊബൈൽ ഫോൺ പോലും യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഷാഹി ഷിഷ്ഖർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയയുടെ ഒരു 25 കിലോമീറ്റർ റേഡിയസിൽ ഒരുപാടധികം കൊലപാതകങ്ങൾ നടക്കുകയാണ്. ഏകദേശം 1-2 മാസങ്ങൾക്ക് മുൻപ് ഹിരേഗ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അവിടെ സോൻപാൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആളുടെ വൈഫിൻ്റെ പേര് അനിതാദേവി എന്നായിരുന്നു. 46 വയസ്സായിരുന്നു അവരുടെ പ്രായം. അപ്പോൾ അനിതാദേവിയുടെ വീട് ഏകദേശം 20 കിലോമീറ്റർ മാറിയിട്ടാണ് സ്വന്തം വീട്. അന്ന് ജൂലൈ 2-ാം തീയതി. അപ്പോൾ അനിതാദേവി പറയാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. തൻ്റെ 18 വയസ്സുള്ള മകൻ്റെ സൈക്കിളിൻ്റെ പിന്നിലിരുന്നിട്ടായിരുന്നു അനിതാദേവി തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോയത്. അവർക്ക് മൊബൈൽ ഫോണോ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അമ്മയെ അവിടെ കൊണ്ടാക്കി. അതിനുശേഷം നാളെ തന്നെ ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ വിളിക്കാം, ആരെങ്കിലും ഫോൺ വാങ്ങിയിട്ട് ഞാൻ വിളിക്കാം, അപ്പോൾ നീ എന്നെ പിക്ക് ചെയ്യാൻ വന്നാൽ മതി എന്ന് മകനോട് പറഞ്ഞിട്ടായിരുന്നു അനിതാദേവി അവിടേക്ക് പോയത്. അപ്പോൾ അതിനുശേഷം മകൻ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം തിരിച്ച് സ്വന്തം വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി അനിതാദേവി വിളിച്ചുമില്ല. ഈ മകൻ അതിനെക്കുറിച്ച് വലിയതായിട്ട് മൈൻഡ് ചെയ്തുമില്ല. ആ പ്രായത്തിലുള്ള പിള്ളേരാണ്. അപ്പോൾ അമ്മ വിളിക്കാന്നുണ്ടെങ്കിൽ പോകാം എന്നുള്ളൊരു മൈൻഡിൽ നിന്നു. അങ്ങനെ വൈകുന്നേരമായ സമയത്ത് അച്ഛൻ കയറി വരികയാണ്. സോൻപാൽ കയറി വന്നിട്ട് അമ്മ ഇപ്പോഴും എത്തിയില്ലേന്ന് വെച്ചു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, ഇല്ല അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അമ്മ വിളിച്ചാൽ പോകാമെന്ന് വിചാരിച്ചാൽ ഇരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ സോൻപാൽ വിചാരിച്ചു എന്തായാലും ഇന്ന് വരാമെന്നാണല്ലോ പറഞ്ഞത്, സാധാരണ ഇത് പതിവില്ലാത്തതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആൾ തൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് വിളിച്ച് അന്വേഷിക്കുകയാണ്. അതായത് അവൾ ഇനിയും അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അയാൾ അറിഞ്ഞത്. അനിതാദേവി ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങിയതാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം കൊണ്ട് വീട്ടിലോട്ട് എത്തേണ്ടതുമാണ്. ഇത് കേട്ടപ്പോൾ അയാൾ ആകെപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. ഉടനെ തന്നെ തൻ്റെ മക്കളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് അനിതാദേവി വരാൻ സാധ്യതയുള്ള ആ ഒരു വഴി ഉണ്ടല്ലോ, ആ വഴി കംപ്ലീറ്റ് ആയിട്ട് ഇവർ അരിച്ചു പറക്കാനായിട്ട് തുടങ്ങി. എന്നാൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അനിതാദേവിയെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവസാനം പോലീസിൽ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞ് അവർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എന്നാൽ ഇവരെത്തുന്നതിനും ഏകദേശം 2 മണിക്കൂറുകൾക്ക് മുൻപ് പോലീസിന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കരിമ്പിൻ തോട്ടത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളായിരുന്നു അത്. പോലീസുകാർ അവിടെ എത്തി നോക്കുമ്പോൾ കഴുത്തിൽ ഒരു കുരുക്ക് കിടക്കുന്നുണ്ടായിരുന്നു. ആരോ ഒരു സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതായിരുന്നു. ആരാണ് ആ സ്ത്രീ എന്ന് നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് തന്നെ അതിൻ്റെ ID കാർഡ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അനിതാദേവി എന്നാണ് പേര്, 46 വയസ്സാണ് പ്രായം. ഈ സോൻപാലാണ് അവരുടെ ഹസ്ബൻഡ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ മനസ്സിലാവുകയാണ്. അപ്പോൾ സോൻപാലിനെ വിവരം അറിയിക്കാനായിട്ട് പോലീസുകാർ നിൽക്കുന്ന സമയത്താണ് ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വൈഫിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ ഒരു സമയത്ത് പോലീസുകാർ നടന്ന എല്ലാ കാര്യങ്ങളും ഇയാളോട് പറയുകയാണ്. ആൾ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് അയച്ചു. കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. റേപ്പും നടന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഏരിയയിലത്തെ അത്തരത്തിലുള്ളൊരു ആദ്യത്തെ കൊലപാതകമായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഏകദേശം 10ഓളം സ്ത്രീകൾ സമാനമായിട്ടുള്ള രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ അനിതാദേവി 11ാമത്തെ വിക്ടിമായിരുന്നു. കൊല്ലപ്പെട്ട എല്ലാവരും തന്നെ 45-നും 55-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരുന്നു. ഈ 11 പേരിൽ 9 പേരുടെ കഴുത്തിലും ഒരു കുരുക്കുണ്ടായിരുന്നല്ലോ, ആ 9 പേരുടെയും കുരുക്ക് ഒരേപോലുള്ളതായിരുന്നു. വെറും 14 മാസത്തിലായിരുന്നു 11 കൊലപാതകങ്ങൾ നടന്നത്. അപ്പോൾ ആരാണ് ആ സീരിയൽ കില്ലർ? പോലീസുകാർ എങ്ങനെയാണ് അയാളെ പിടികൂടിയത്? എന്തിനാണ് അയാൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്.
അനിതാദേവി കൊല്ലപ്പെടുന്നതിന് മുൻപ് അവിടെ ഒരുപാടധികം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നതായിട്ട് പറഞ്ഞില്ലേ. അതിൽ ചില കൊലപാതകങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 13, 2023 കലാവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ സെയിം പാറ്റേണിൽ കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ജൂൺ 19 ധനാവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത്. ഗ്രാമത്തിൽ നിന്ന് മരുന്ന് വാങ്ങാനായിട്ട് ടൗണിലോട്ട് പോയതായിരുന്നു ആ സ്ത്രീ. എന്നാൽ ആ ഒരു സ്ത്രീ പിന്നീട് തിരിച്ചെത്തിയില്ല. അതിനുശേഷം അടുത്ത ആഴ്ച ബ്രഹ്മാവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെടുകയാണ്. 22 ദിവസം കഴിഞ്ഞതിന് ശേഷം കുഷ്മ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയും കൊല്ലപ്പെട്ടു. പിന്നീട് ഒരു മാസത്തിന് ശേഷം വീരവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. പിന്നീട് ഒരു മന്തിന് ശേഷം ഏകദേശം ഒക്ടോബർ 31 മഗ്മുദി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം 20 ദിവസം കഴിഞ്ഞപ്പോൾ ദുർലാദേവി എന്ന് പറയുന്ന വേറൊരു സ്ത്രീ കൂടെ കൊല്ലപ്പെടുകയാണ്. 6 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഉർമിള എന്ന് പറയുന്ന ഒരു സ്ത്രീയും പിന്നീട് ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ ഈ അനിതാദേവിയും ഒക്കെ കൊല്ലപ്പെടുകയാണ്. ഏകദേശം 25 കിലോമീറ്റർ റേഡിയസിൻ്റെ അകത്തായിരുന്നു ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ഇതിൽ പറയാത്ത ബാക്കിയുള്ള കൊലപാതകങ്ങളും എല്ലാം തന്നെ നടന്നിട്ടുണ്ടായത്. ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പര പോലീസിന് വലിയൊരു തലവേദന ആവുകയാണ്. അവർ ഗ്രാമങ്ങളിൽ അന്വേഷിച്ചു പുതിയതായിട്ട് ആരെങ്കിലും താമസിക്കാനോ മറ്റോ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ സംശയിക്കത്തക്ക രീതിയിൽ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചില്ല. പിന്നീട് ഏകദേശം 22 ടീമോളം ഫോം ചെയ്തിട്ട് പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. എന്നാലും യാതൊരു തുമ്പും കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 1500ഓളം CCTV വിഷ്വൽസും കാര്യങ്ങളും, അതായത് 1500ഓളം CCTVകളുടെ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസുകാർ പരിശോധിക്കുകയാണ്. എന്നിട്ടും അവർക്ക് യാതൊരു തെളിവും കിട്ടിയില്ല. അതുപോലാത്തതിന് ഈ ഒരു കൊലപാതക പിടികൂടുന്നതിനും ബാക്കിയുള്ള സർവൈലൻസിനും വേണ്ടിയിട്ട് ഒരു 600ഓളം CCTV പോലീസുകാർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. എന്നിട്ടും പോലീസിന് യാതൊരു തെളിവും കിട്ടിയില്ല. പിന്നെ പോരാത്തതിന് പോലീസുകാർ ഡ്രോൺ വരെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ആളില്ലാത്ത ഏരിയകളിൽ ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് നടക്കുന്നുണ്ടോ എന്ന് സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള സർവൈലൻസ് വരെ പോലീസുകാർ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും യാതൊരു തെളിവും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഏകദേശം ഒരു 10,500 കിലോമീറ്റർ മാറിയിട്ട് മുംബൈയിൽ ഇതേപോലെ തന്നെ സീരിയൽ കില്ലർ പിടികൂടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കേസിൻ്റെ റെഫറൻസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോലീസുകാർ ഇവിടെ വന്നു. ആ ഒരു ആംഗിളിൽ ഈ കേസ് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ അവർ എന്താ പറയുക, ആ കേസ് സ്റ്റഡി ചെയ്ത് അതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ടും ഒന്നും തന്നെ എവിടെയും എത്തിയില്ല. പിന്നെ പോലീസുകാർ കൊല്ലപ്പെട്ട സ്ത്രീകൾ ആരൊക്കെയാണ് അവസാനമായിട്ട് കണ്ടത്, സംശയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചോദിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അനിതാദേവിയുടെ കേസ് ആയപ്പോഴത്തേനും ഒരാൾ അനിതാദേവിയെ ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടതായിട്ട് ഒരു സ്ത്രീ പറയാണ്. അപ്പോൾ പോലീസിനൊരു തുമ്പ് കിട്ടാണ്. പോലീസുകാർ ഉടനെ തന്നെ സ്കെച്ച് ആർട്ടിസ്റ്റിനെയും കാര്യങ്ങളൊക്കെ വിളിച്ചു വരുത്തി ആ ഒരു സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ 3 സ്കെച്ചുകൾ തയ്യാറാക്കുകയാണ്. അതിനുശേഷം പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമങ്ങളിലുള്ള ഇൻഫോമേഴ്സിൻ്റെ, അതായത് പോലീസ് ഇൻഫോമേഴ്സിൻ്റെ കയ്യിൽ ഈ സ്കെച്ചസും കാര്യങ്ങളും കൊടുത്തു. ഇതേപോലുള്ള ആരെങ്കിലും നിങ്ങളുടെ ഗ്രാമത്തിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിവരം അറിയിക്കാൻ പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അങ്ങനെ ഇവരിൽ ഒരാൾ ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷം ഒന്ന് നോക്കിയിട്ട് പോലീസിനെ വിളിക്കുകയാണ്. അവരുടെ ഗ്രാമത്തിലുള്ള ഒരാളുടെ അതേപോലെ തന്നെ ഈ 3 ഛായാചിത്രങ്ങളിൽ ഒരു ചിത്രം മാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു പോലീസിനെ അയാൾ വിളിച്ചത്. ഗുൽദീപ് എന്നായിരുന്നു ആളുടെ പേര്. പോലീസുകാർ ആദ്യം തന്നെ ഇയാളെ കണ്ടപ്പോൾ ഇയാളാണ് ഇത് ചെയ്തതെന്ന് തോന്നിപ്പോയി. കാരണം ഇയാളുടെ സംസാരവും നടത്തവും പെരുമാറ്റവും ഒക്കെ കുറച്ച് ബുദ്ധി കുറവുള്ള ഒരു രീതിയിലായിരുന്നു. ഇത്തരത്തിലുള്ള ഒരാളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പോലീസുകാർ ചിന്തിക്കുകയാണ്. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു വഞ്ചപ്പാവ മനുഷ്യൻ, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആരും വിശ്വസിക്കില്ല ഇയാളാണിത് ചെയ്തതെന്നുള്ളത്. എന്നാലും ക്വസ്റ്റ്യനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ശേഷം SP അനുരാഗ് ആര്യ ഇതേപോലെ തന്നെ പത്രസമ്മേളനവും കാര്യങ്ങളും വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിലോട്ട് ഇയാളെയും കൊണ്ടുവന്നു. ഇയാൾ നേരെ ചെന്ന് SPക്ക് കൈ കൊടുത്തു. ഇതൊക്കെ പത്രക്കാർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് SP കുറേ കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് പറയാണ്. വളരെ പ്ലാൻഡ് ആയിട്ട് പോലീസുകാർ തന്നെ ഒരിക്കലും പിടികൂടരുത് എന്നുള്ള രീതിയിൽ അത്രയും കാര്യക്ഷമമായിട്ടായിരുന്നു ആൾ ഓരോ കൊലപാതകങ്ങളും ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പോലീസുകാർ പറയുന്നതിനനുസരിച്ചിട്ട് ഇയാൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്തത്, എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. സായി ഏരിയയിൽ ബാബുറാം അതുപോലെ തന്നെ ലക്ഷ്മി ദമ്പതികളുടെ മകനായിട്ടായിരുന്നു ഇയാൾ ജനിച്ചത്. ആൾക്ക് 2 സിസ്റ്റേഴ്സ് ആയിരുന്നു. അങ്ങനെ കുൽദീപിൻ്റെ അച്ഛൻ ബാബുറാം നന്ദിദേവി എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയെ കൂടെ വിവാഹം കഴിക്കുകയാണ്. കുൽദീപിൻ്റെ അമ്മ ഓൾറെഡി ഉള്ള ടൈമിലായിരുന്നു ഈ നന്ദിദേവി വിവാഹം കഴിച്ചത്. അവിടെ തുടങ്ങിയിട്ടാണ് പ്രശ്നങ്ങളുടെ ഒരു തുടക്കം. രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഭാര്യ പറയുന്നതായിരുന്നു ഇയാൾ കേട്ടിരുന്നത്. ആ ഭാര്യ എപ്പോഴും ആദ്യത്തെ ഭാര്യയെക്കുറിച്ചും മക്കളെയും കുറിച്ചും ഇങ്ങനെ ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ അച്ഛനാണെന്നുണ്ടെങ്കിൽ തൻ്റെ ആദ്യ ഭാര്യയെയും, അതായത് ആളുടെ ആദ്യത്തെ വൈഫിനെയും അതുപോലെ തന്നെ ഈ മക്കളെയും ഒക്കെ എടുത്തിട്ട് അടിക്കാറുണ്ടായിരുന്നു. അതായത് വലിയ രീതിയിൽ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. തന്നെ അടിക്കും, അമ്മയെ അടിക്കും, അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനെ അടിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ ഇയാൾക്ക്, അതായത് ഈ കുൽദീപിന് തൻ്റെ രണ്ടാമനമ്മയോട് വല്ലാത്ത രീതിയിലുള്ളൊരു ദേഷ്യം വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത്
കുൽദീപിൻ്റെ അമ്മ മരണപ്പെടുകയാണ്. അതിനുശേഷം ഈ 2 സിസ്റ്റേഴ്സിനെയും കാര്യങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി. അങ്ങനെ ഇനി ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, ആരെ കൂടെ എങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡിലോട്ട് കുൽദീപ് എത്തുകയാണ്. പിന്നീട് 2014 ടൈമിൽ അയാൾ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹം കഴിച്ചു, എന്നാൽ ആ ഒരു വിവാഹ ജീവിതവും മര്യാദക്ക് മുന്നോട്ട് പോയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്കിടയിൽ വൻ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അയാൾ ഭാര്യയെ കണ്ടമാനം ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയൊക്കെ ആയപ്പോൾ ആ സ്ത്രീക്ക് പറ്റാതെ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവർ രക്ഷപ്പെട്ട് മറ്റൊരു വിവാഹം കഴിച്ച് ജീവിച്ചു. അപ്പോൾ ഇതുകൂടെ ആയപ്പോൾ ഇയാൾക്ക് മൊത്തത്തിലുള്ള സ്ത്രീകളോട് തന്നെ ഒരു വെറുപ്പും ദേഷ്യവും തോന്നുകയാണ്. പ്രത്യേകിച്ച് അയാൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് ഏകദേശം തൻ്റെ എന്താ പറയുക 2 ഏജുള്ള ആളുകളോടാണ്. അവർ കാരണമാണ് ഇത് മുഴുവൻ താൻ അനുഭവിച്ചത് എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരികയാണ്. ആ ഒരു ഏജിലുള്ള എല്ലാവരെയും തന്നെ കൊന്നു കളയണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ കുൽദീപിൻ്റെ മോഡ് ഓഫ് ഓപ്പറാണ്ട് എങ്ങനെയായിരുന്നു എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രായമുള്ള സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇയാൾ നോട്ട് ചെയ്യും, അവരെ പതിയെ ഫോളോ ചെയ്യും. ഇനിയിപ്പോൾ ഇയാളെ വേറെ ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ ആൾ മിഷൻ അബോട്ട് ചെയ്യും, അത് ചെയ്യില്ല. എന്നാൽ കറക്റ്റായിട്ട് വേറെ ആരും ഇയാളെ ശ്രദ്ധിക്കുന്നുമില്ല. ആ ഒരു സ്ത്രീയെ ഒറ്റക്കുള്ളൊരു ഏരിയയിൽ വല്ല കാട് പിടിച്ച ഏരിയയിലൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറേ കൃഷിയൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു. മെയിനായിട്ട് ഇയാളെ കൾപ്രിറ്റ്സ് തന്നെ കരിമ്പുന്തോട്ടത്തിൽ നിന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ എത്തുന്ന ആ ഒരു ടൈമിൽ ആ സ്ത്രീയെ അയാൾ നേരെ അവിടെ നിന്ന് നേരെ കരിമ്പിന്തോട്ടത്തിലോട്ട് വലിച്ചയച്ച് കൊണ്ടുപോകും, ഓവർ പവർ ചെയ്തിട്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് തനിക്ക് വഴങ്ങിത്തരാനായിട്ട് ആ ഒരു സ്ത്രീയോട് ആവശ്യപ്പെടും. എന്നാൽ സ്ത്രീകളാരും തന്നെ സമ്മതിക്കില്ല. ആ ഒരു സമയത്ത് അവരുടെ വസ്ത്രം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കഴുത്ത് ഞെരിച്ച് അയാൾ കൊലപ്പെടുത്തും. പിന്നീട് ആ സ്ത്രീകളെ റേപ്പ് ചെയ്യും. അതിനുശേഷം കഴുത്തിലൊരു കെട്ടുവിട്ടിട്ട് അയാൾ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. ഇയാൾ കൂടുതലായിട്ട് കരിമ്പിന്തോട്ടം ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ തിക്കായിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ അകത്തോട്ട് കാണില്ല, എന്താണ് അകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ആൾ അത്തരത്തിലുള്ള കരിമ്പിന്തോട്ടങ്ങൾ ചൂസ് ചെയ്തത്. ഏകദേശം 6 സ്ത്രീകളെ അയാൾ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളും മറ്റും പോലീസിന് ലഭിച്ചതായിട്ടാണ് പറയുന്നത്. പിന്നെ ഫോണും മറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ട്രാക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നെന്നും അതുകൊണ്ട് താൻ ഫോണും കാര്യങ്ങളും ഒന്നും തന്നെ യൂസ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഇയാൾ പോലീസിനോട് പറയാണ്. പിന്നെ ആളുടെ കയ്യിൽ സ്വന്തമായിട്ട് വാഹനങ്ങളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, നടന്നിട്ടായിരുന്നു ആൾ പോയിരുന്നത്. അപ്പോൾ ഈ ഏരിയകളിൽ കംപ്ലീറ്റ് ആൾ നടന്ന് അതേപോലെ തന്നെ പല പല സ്ഥലങ്ങളിലും താമസിച്ച് അയാളുടെ ഇത്തരത്തിലുള്ള കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ അയാളിങ്ങനെ നടത്തി വരികയായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 പേരെ കൊന്നതിനുള്ള തെളിവുകളും മറ്റുമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ആളുകളെയും ഇയാളാണ് കൊന്നത് എന്നുള്ള ഒരു അസംഷനിൽ അതിനുള്ള തെളിവുകളും മറ്റുമൊക്കെ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നീട് ഇയാളെ ക്രൈം സീനിലോട്ടൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ബൊമ്മയെ വെച്ചിട്ട് ഈ ക്രൈം സീനും കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കാണിപ്പിക്കുകയാണ്ടോ. ആ ഒരു ടൈമിൽ ഇയാൾ ചിരിച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേസ് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയവും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ മീഡിയാസും മറ്റുമൊക്കെ കുൽദീപിൻ്റെ അച്ഛനെ പോയി കാണുകയാണ്. അച്ഛനെ പോയി കണ്ടപ്പോൾ അയാൾ വേറൊരു സ്റ്റോറിയാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധ്യതയില്ല, എന്തിനാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അതായത് അവൻ ഇത്തരത്തിലുള്ള കേസുകളും മറ്റൊക്കെ ഏറ്റെടുത്തത് എന്തിനാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അവന് ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്തൊരു പയ്യനാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ ഞങ്ങൾ അവനെ ഉപദ്രവിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതും ഇവർ പറയാണ്. താനും നന്ദിദേവിയും ഉപദ്രവിച്ചിട്ടില്ല എന്നും വളരെ നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് എന്നുള്ള രീതിയിൽ ആൾ പറയാണ്. അപ്പോൾ ഒരുപാടധികം ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മകനെ ആ ഒരു രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക അയാൾ അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ കേസ് വരും എന്നുള്ള പേടിയിലാണ് അവർ അങ്ങനെ പറഞ്ഞെന്നുള്ളത്. അതായത് അയാളെ ഒരുപാടധികം ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ചെറുപ്പത്തിലെയും അല്ലാതെയും മറ്റുമൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ തങ്ങളുടെ മേൽക്ക് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇല്ല ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവും ഇല്ല, അവനക്ക് ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്തതുകൊണ്ടാണ് അവനങ്ങനെ ചെയ്യില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പാരൻസ് പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളാണെന്നുണ്ടെങ്കിൽ ജയിലിലുമാണ്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.